ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് വർക്ക്ഷോപ്പ് പ്രാക്ടീസ് 2008 വർക്ക്ഷോപ്പ് പ്രാക്ടീസ് കേട്ടോ. 2008 അതിൻ്റെ സബ്ജക്റ്റ്. ഈ അതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് സെക്ഷനാണ് നമ്മുടെ ഫസ്റ്റ് സെമിസ്റ്ററിൽ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസ് ആയ കാരണം കൊണ്ട് എന്താണ് ഈ ഒരു വിതിൻ ദിസ് ഇയർ നിങ്ങൾ എന്ത് ചെയ്യണം? കാർപ്പൻട്രി, ഫൗണ്ടറി, സ്മിത്തിങ്, വെൽഡിങ്, ഷീറ്റ് മെറ്റൽ ആൻഡ് ഫിറ്റിംഗ്, ഇത് 6 സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യണം. അതിലത്തെ ഒരു ഫസ്റ്റ് സെക്ഷനാണ് നമ്മളുടെ കാർപ്പൻട്രി. ഓക്കെ, കാർപ്പൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി കാർപ്പൻട്രി എന്ന് പറഞ്ഞാൽ ആശാരിപ്പണി. നമ്മുടെ മലയാളത്തിൽ ആശാരിപ്പണി. ആശാരിപ്പണി എന്തൊക്കെയാണ്? ആക്ച്വലി ആശാരിപ്പണികളിൽ എന്താണ്? ഫർണിച്ചർ ഉണ്ടാക്കുക, വീട് ഉണ്ടാക്കുക, പിന്നെന്താണ് നമ്മുടെ ഓട്ടോമൊബൈൽ, അല്ലാന്നുണ്ടെങ്കിൽ ബസ്, ബോഡി വർക്ക്സ്, ഇതിൻ്റെ ഉള്ളിലൊക്കെ ആശാരിപ്പണികളുണ്ട്. ഇതാണ് നമ്മുടെ കാർപ്പൻട്രി സെക്ഷനിൽ നമ്മൾ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലത്തെ ടൂൾസുകൾ കറക്റ്റായിട്ട് പഠിക്കണം. എല്ലാ ടൂൾസിൻ്റെ പേര് നമുക്കറിയണം. എസ്പെഷ്യലി സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഉണ്ടാവണം. ടൂൾസിൻ്റെ കറക്റ്റ് പേര് നിങ്ങൾക്കറിയാം. ഓക്കെ, അതുകൊണ്ട് കറക്റ്റ് ടൂൾസിൻ്റെ എല്ലാ പേരും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. എക്സാമിനേഷനിൽ നിങ്ങൾക്ക് ടൂൾസ് എന്താണ് ടൂൾസ് നിങ്ങൾക്ക് ചോദിക്കും. ഇന്ന ഏതൊക്കെ ടൂൾസാണ് കാർപ്പൻട്രിയിൽ, ഇന്ന ടൂൾസ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്, ഏതൊക്കെ ടൂൾസ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്, ഇങ്ങനെയുള്ള പല ടൂൾസിനെ പറ്റിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ടെക്നോളജി നിങ്ങൾ എന്ത് ചെയ്യുന്നു? ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ, കാർപ്പൻട്രിയുടെ എന്താണ് വുഡ്, എന്താണ് സീസണിങ്, എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ക്ലാസ്സിൽ പഠിക്കും. ഇവിടെ എന്ത് ചെയ്യുന്നു? കാർപ്പൻട്രി ടൂൾസ് എന്തൊക്കെയാണ്, അതെന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ആദ്യമായിട്ട് കാർപ്പൻട്രീനെ നമുക്ക് വരാം. എന്താണ് പറയുന്നത്? നമ്മളെ സീസൺഡ് വുഡ് വെച്ചിട്ട് മരം കൊണ്ടുള്ള ഹാൻഡ് വർക്കിംഗ് പ്രോസസ്സാണ് നമ്മൾ കാർപ്പൻട്രിയിൽ പഠിക്കുന്നത്. സീസൺഡ് വുഡ് വെച്ചിട്ട് എന്തിനാണ് സീസൺ ചെയ്യുന്നത്? വുഡിൻ്റെ ഉണങ്ങിക്കഴിഞ്ഞാലാണ് വുഡിൻ്റെ ആ ക്വാളിറ്റി കിട്ടുക. അല്ലാതെ നനഞ്ഞ എളുപ്പമുള്ള എന്താണ് ഞാൻ വിചാരിച്ചത്. അപ്പം സീസൺഡ് വുഡ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ചെറിയ മോഡൽസ് ഒക്കെ ഉണ്ടാക്കി പഠിക്കണം. അതാണ് കാർപ്പൻട്രിയിൽ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നോക്കിക്കോളൂ എന്താണ് ഇവിടെ എന്തൊക്കെ ചെയ്യുന്നത് കാർപ്പൻട്രിയിലെ പ്രോസസ്സ്. കട്ടിങ്, ഡ്രില്ലിങ്, ബോറിങ്, പിന്നെന്താണ് നെക്സ്റ്റ് ജോയിന്റ് മേക്കിംഗ്, ബ്രൈഡൽ ജോയിന്റ് മേക്കിംഗ്, ആൽമറി ഡി ജോയിന്റ് മേക്കിംഗ്, പിന്നെന്താണ് അങ്ങനെയുള്ള ജോയിന്റുകളൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ പഠിക്കുന്നത്. ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത്? ബുക്കുകൾ കിട്ടും, അത് പഠിക്കാം. ഓക്കെ, നമ്മളുടെ സിലബസ് പ്രകാരമുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ടൂൾസ് എന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് ടൂൾസ് നോക്കിക്കോളും. ടൂൾസിൻ്റെ മുമ്പേ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അതിന് ആ ടൂൾസ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നതും കൂടി നമുക്കറിയണ്ടേ. അപ്പോൾ ആ പ്രോസസ്സ് എന്തൊക്കെയാണ് പ്രോസസ്സ് നമുക്ക് നോക്കാം. പ്രോസസ്സ് എന്താണ്? ആദ്യമായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മാർക്കിങ് കറക്റ്റ് ആയിരിക്കണം. മാർക്കിങ് കറക്റ്റ് അല്ലെങ്കിൽ എന്തായിരിക്കും? നമ്മൾ ജോയിൻ ചെയ്തത് മാർക്കിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം. ഓക്കെ, മാർക്കിങ്ങിന് മെത്തേഡ്, മാർക്കിങ്ങിന് കുറേ ടൂൾസ് ഉണ്ട്. ആ ടൂൾസ് എങ്ങനെയാണ് ഉപയോഗിക്കുക, അതൊക്കെയാണ് നമ്മൾ മാർക്കിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. ആ മാർക്കിങ്ങിന് കുറേ, അതായത് എല്ലാത്തിനും ഓരോരോ അത് അസൈൻഡ് ടൂൾസാണ്. മാർക്കിങ്ങിന് കുറേ ടൂൾസാണ്. പിന്നെ എന്താണ് അതിൻ്റെ ഒരു പ്രോസസ്സ്? അടുത്ത പ്രോസസ്സ് എന്താണ്? സോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുറിച്ച് കഷ്ണമാക്കുക, അല്ലെങ്കിൽ ഓരോ പാർട്ടിനെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക. അതൊക്കെയാണ് സോയിങ് എന്ന പ്രോസസ്സ്. ദെൻ നെക്സ്റ്റ് എന്താണ്? പ്ലെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി അപ്പോൾ നമ്മൾ മില്ലിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന മരത്തിൽ എന്താണ് പലതരത്തിലുള്ള ഇസറേഷൻസ്, ബ്ലേഡിങ്ങിന് കൂടിയുള്ള മാർക്കുകൾ, പിന്നെ ചില ഭാഗത്ത് അങ്ങനെ തോലൊക്കെ പോയി ചള്ള ഭാഗങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരിക്കും. അതിനെയൊക്കെ കറക്റ്റ് ചെയ്ത് എടുക്കുന്നതാണ് പ്ലെയിൻ ചെയ്തിട്ട് ഫിനിഷ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ചിസലിങ്. ഇപ്പോൾ ജോയിന്റ് ഉണ്ടാക്കുക വിചാരിക്കുക. ഇപ്പോൾ ജോയിന്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കിക്കോളൂ, ഇതെന്താണ്? ഒരു ഹാർവിഡ് ക്രോസ് ജോയിന്റ്. ഓക്കെ, ഹാർവിഡ് ക്രോസ് ജോയിന്റ്. ഇപ്പോൾ നമുക്ക് ഹാർവിഡ് 2 ഹാഫാണ്. അതിലെന്ത് ചെയ്യുന്നു? ഒരു ചെറിയ ഗ്രൂവ് ഉണ്ടാക്കണം. ഇതിൻ്റെ അതേ സെയിം സൈസിൽ ഇവിടെ ഒരു ഗ്രൂവ് ഉണ്ടാക്കണം. ആ 2 ഗ്രൂവ് കൂടി ജോയിൻ ചെയ്തിട്ട് ഹാർവിഡ് ക്രോസ്. ഓക്കെ, അപ്പോൾ അതിൽ നോക്കിക്കോളൂ എന്താണ്? ചിസല്. ഇതിൻ്റെ ഈ ഗ്രൂവ് എങ്ങനെ ഉണ്ടാക്കണം? കട്ട് ചെയ്തിട്ട് ചിസൽ ചെയ്ത് കളഞ്ഞിട്ട് വേണം ഇതുണ്ടാക്കാൻ. ഓക്കെ, അപ്പോൾ അതാണ് ചിസലിങ് എന്ന പ്രോസസ്സ്. എല്ലാ കാർപ്പൻട്രി വർക്കിലും ചിസലിങ് എന്ന പ്രോസസ്സ്. പിന്നെ നെക്സ്റ്റ് എന്താണ്? മോർട്ടൈസിങ് എന്ന് പറയും. മോർട്ടൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോർട്ടൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗങ്ങൾ എങ്ങനെയാണ് ഉള്ളിൽ നിന്ന് റിമൂവ് ചെയ്യുക. ഞാൻ അതിൻ്റെ ഇത് കാണിച്ചു തരാം. മോർട്ടൈസിങ്
ഒരു മോർട്ടൈസ് ടൂൾ വെച്ചിട്ട് മോർട്ടൈസ് ചെയ്തെടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് മോർട്ടൈസിങ് എന്ന് പറയുന്നത്. മോർട്ടൈസ്. നോക്കൂ, അപ്പോൾ ഈ കോർണർ അല്ലെങ്കിൽ ഈ എൻഡ് നോക്കിക്കോളൂ. ഈ എൻഡ് ഇങ്ങനെ കട്ട് ചെയ്ത് ഈ ചിസിൽ മോർട്ടൈസ് ചിസിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് കളയുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ മോർട്ടൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, മോർട്ടൈസിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ടെനനിങ്. ടെനനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? ടെനൻ, അതായത് ഇപ്പോൾ മോർട്ടൈസ് ഇപ്പോൾ ഇതൊരു എൻഡിലാണ് മോർട്ടൈസ് ചെയ്തത്. ഇതിന്റെ സെന്ററിൽ മോർട്ടൈസ് ചെയ്യുകയായിരിക്കും. സെന്ററിൽ മോർട്ടൈസ് ചെയ്ത് എന്താണെങ്കിൽ ഒരു റെക്ടാങ്കുലർ ഹോൾ ഉണ്ടായിരിക്കും. ആ ഹോളിൽ ഒരു ടങ്ക് കയറ്റുന്ന ആ ടങ്കിനെയാണ് നമ്മൾ മോർട്ടൈസിങ് ആൻഡ് ടെനനിങ് എന്ന് പറയുന്നത്. മോർട്ടൈസിങ് എന്ന് പറഞ്ഞാൽ ഹോൾ ഉണ്ടാക്കണം. ടെനനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഉള്ളിൽ കയറേണ്ട പീസുകൾ ഉണ്ടാക്കുന്ന ആ നാവ്, ടെനൻ, നാവ് ഉണ്ടാക്കിയിട്ട് ഉള്ളിൽ കയറ്റുന്ന ആ പ്രോസസ്സാണ് ടെനനിങ്. നെക്സ്റ്റ് എന്താണ്? ഗ്രൂവിങ് നോക്കിക്കോളൂ. നോക്കൂ, ഇതെന്താണ്? ഗ്രൂവിങ് ആണ്. ഓക്കെ, എന്താണ് ചെയ്യുന്നത് ആക്ച്വലി? ഇതിന്റെ ഈ ഒരു ജോയിന്റ് ടീ ജോയിന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദാറ്റ് ഈസ് 1/3 പോർഷൻ ഇവിടെയും 1/3 പോർഷൻ ഇവിടെ നിന്നും റിമൂവ് ചെയ്യും. ദെൻ എന്താണ്? ഈ ഭാഗത്തേക്ക് എന്താണ് ഈ ഭാഗമാണ് നമുക്ക് ആവശ്യമുള്ളത്. അങ്ങനെയുള്ള ഈ പോർഷൻ ഉണ്ടാക്കുന്ന അതിനുള്ള പേരാണ് ഗ്രൂവിങ് എന്ന പ്രോസസ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? റിബേറ്റിംഗ് നോക്കിക്കോളൂ. റിബേറ്റിംഗ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരു റെക്ടാങ്കുലർ പീസാണ്. ഈ റെക്ടാങ്കുലർ പീസിൽ ഇവിടെ നമുക്കൊരു ഗ്രൂവ് ഉണ്ടാക്കണം, ഒരു റൈറ്റ് ആംഗിൾ ഗ്രൂവ് ഉണ്ടാക്കണം. എന്തിനാ വെച്ചാൽ ഗ്ലാസ് ഒക്കെ ഫിറ്റ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആ പ്രോസസ്സിലാണ് റിബേറ്റിംഗ് എന്ന് പറയുക. പിന്നെ നമ്മൾ ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നോക്കൂ, ഈ ഗാഗർ എന്ന് പറഞ്ഞ ഒരു ടൂള് വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അത് മുകളിൽ നിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇറക്കുമ്പോൾ കിട്ടുന്ന ആ പ്രോസസ്സിനെ ഡ്രില്ലിംഗ് ആൻഡ് ബോറിംഗ് എന്നുള്ള പ്രോസസ്സ്. ഇപ്പൊ ഡ്രില്ലിംഗ് ഈ ഓവർ വെച്ചിട്ട് ഡ്രില്ല് ചെയ്യാം, അടുത്തതിലേക്ക് വലിയ ഓവർ വെച്ചിട്ട് ബോർ ചെയ്യാം. അപ്പൊ അതാണ് ഡ്രില്ലിംഗ് ആൻഡ് ബോറിംഗ്. ഇത്രയാണ് നമ്മുടെ പ്രോസസ്സുകൾ. എന്തൊക്കെയാണ് പ്രോസസ്സുകൾ? മാർക്കിംഗ്, സോയിങ്, പ്ലെയിനിങ്, ഫിസലിംഗ്, മോർട്ടൈസിങ്, ടെനനിങ്, ഗ്രൂവിംഗ്, റിബേറ്റിംഗ് ആൻഡ് ബോറിംഗ്. ഇത്രയും പ്രോസസ്സുകളാണ് ഉള്ളത്. എന്തിനുള്ളത്? കാർപ്പൻട്രിയിലില്ല. അതിനൊക്കെ എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൂൾസ് ആവശ്യം. ഓക്കെ, ഓരോന്നിനും ഓരോ ടൈപ്പ് ടൂൾസ് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ നോക്കൂ, അതിൽ ആദ്യത്തെ പ്രോസസ്സ് എടുക്കുക. ഏതാണ്? മാർക്കിങ്ങിന് എന്താ സാധാരണ ഉപയോഗിക്കുക? റൂളുകൾ എന്താണ്? സ്റ്റെയിൻലെസ് സ്റ്റീൽ റൂളാണ്. ഇപ്പൊ പുതിയ കാലത്തൊക്കെ എന്താ? സ്റ്റെയിൻലെസ് സ്റ്റീൽ റൂളുകളാണ്. പിന്നെ എന്താണ്? മറ്റേ ടേപ്പുകൾ ഉപയോഗിക്കാം. ഇപ്പൊ നോക്കൂ, നമ്മളിങ്ങനെ വലിച്ചാൽ നീളുന്നതായിട്ടുള്ള ഉള്ളിലേക്ക് പോയി വരുന്നതായിട്ടുള്ള ടേപ്പുകൾ ഉപയോഗിക്കാം. സ്കെയിലുകൾ ഉപയോഗിക്കാം. അങ്ങനെ പല വിധത്തിലുള്ള മെഷറിംഗ് ടൂൾസുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ദെൻ സോയിൽ. പിന്നെന്താണ്? ഇപ്പൊ മുറിച്ചെടുക്കാൻ എന്താണ് വേണ്ടത്? സോകൾ എന്താണ് ആക്ച്വലി? വാട്ട് ഈസ് സോ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൽ പല്ലുകൾ. ദിസ് എന്താണ്? ഹൈ കാർബൺ സ്റ്റീലിന്റെ ഒരു ബ്ലേഡാണ്. ആ ബ്ലേഡിൽ എന്താണ്? കുറെ പല്ലുകൾ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഈ പല്ലുകൾ എന്താണ്? വലുതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രഷർ ഉണ്ടായിരിക്കും. ഓരോ അപ്ലിക്കേഷൻ അനുസരിച്ചും ഈ പല്ലുകളുടെ വലുപ്പവും ചെറുപ്പം മാറിയിരിക്കും. അപ്പൊ ഇതെന്താണ്? ഒരു ക്രോസ് കട്ട് സോ, പുഷ് ടൈപ്പ് സോ. അപ്പൊ അങ്ങോട്ട് പോകുമ്പോഴാണ് ഇത് കട്ടെടുക്കുക. പല്ലുകൾ എന്താണ്? ഫ്രണ്ടിലേക്ക് ചെരിഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ക്രോസ് കട്ട് സോ. ഇതിൽ 2 ടൈപ്പ് ക്രോസ് കട്ട്സോ ഉണ്ട്. പുഷ് ടൈപ്പ്, അങ്ങോട്ട് പോകുമ്പോൾ കട്ടെടുക്കുന്നത് എന്താണ്? പല്ലുകൾ അങ്ങോട്ട് വളഞ്ഞിരിക്കും, അങ്ങോട്ട് പോകുമ്പോൾ കട്ടെടുക്കും. പല്ലുകൾ ഇങ്ങോട്ട് വളഞ്ഞിരിക്കുന്നത് എന്താണ്? ഇങ്ങോട്ട് വരുമ്പോൾ കട്ടെടുക്കും. സോയിൽ. ഓക്കെ, ഇതൊരു ക്രോസ് കട്ട് സോ ആണ്. ഇതൊരു ക്രോസ് കട്ട് സോ ആണ്. അതിലേക്ക് കുറച്ചും കൂടി ചെറുതാണ്, കുറച്ചും കൂടി ബലം കൂടും, കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഹാർഡായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. എന്താണ് ഇതിന്റെ? എന്താണ്? പല്ലുകൾ മുമ്പിലേക്കാകുമ്പോൾ എന്താ? അങ്ങോട്ട് പോകുമ്പോഴാണ് കട്ടെടുക്കുക. ഇതിൽ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കട്ടെടുക്കുന്ന ടൈപ്പ്. അപ്പൊ ഡ്രോ ടൈപ്പ്, അങ്ങോട്ട് പോകുമ്പോൾ കട്ടെടുക്കുന്നത് പുഷ് ടൈപ്പ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇത് ടെനൻസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിന്റെ ബാക്കിൽ ഒരു സ്റ്റിഫനർ ഉണ്ടായിരിക്കും. സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിഫനർ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്ത് നോക്കിക്കോളൂ, ഇങ്ങനത്തെ ഒരു ജോയിന്റ് 2 ഗ്രൂവ് വേണം വിചാരിക്കാം. മാർക്ക് ചെയ്തിട്ട് എന്താണെങ്കിൽ ടെനൻസോ വെച്ചിട്ടാണ് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ചിസൽ ചെയ്തെടുക്കുന്നത്. അതേമാതിരി ഈ പുറം ടെനൻസോ വെച്ചിട്ട് കട്ട് ചെയ്യുന്നു. അതിന് ശേഷം ചിസൽ ചെയ്തിട്ട്
പുറത്തേക്ക് എടുക്കുന്നു. അതാണ് സോസ്. ഓക്കെ, പിന്നെ നോക്കിക്കോളൂ കീ ഹോൾസോ. കീ ഹോൾസോ എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി നമുക്ക് ചെറിയ ചെറിയ ഹോളുകളൊക്കെ ക്ലീൻ ഉണ്ടാക്കാനുള്ള ഹോളുകൾ. അത്രയൊന്നും വേണ്ട, നമ്മൾ ഒരു ദാറ്റ് ഈസ് ആഗർ വെച്ചൊരു തോട ഉണ്ടാക്കി അതിനെ സ്ക്വയർ ആക്കാൻ പറ്റും. അപ്പോൾ എന്താ ചെയ്യാം, കീ ഹോൾസോ ഇട്ടിട്ട് ആണ് അതിനെ സ്ക്വയർ ആക്കാൻ പറ്റും. ഓക്കെ, അതാണ് സോയിൽ. ദെൻ പ്ലെയിനിങ്. പ്ലെയിൻ ചെയ്യാനുള്ളത് എന്താണ് ആക്ച്വലി, എന്താണ് പ്ലെയിൻ ചെയ്യാനുള്ള ടൂള്? ജാക്ക് പ്ലെയിൻസ്. സാധാരണ നമ്മൾ ആശാരിമാരുടെ കാണുന്നത് എന്താണ്, ദാറ്റ് ഈസ് വുഡൻ പ്ലെയിൻസ് ആണ്, ജാക്ക് പ്ലെയിൻസ് ആണ്. അതിനെന്താണ് ഒരു ഹൈ കാർബൺ സ്റ്റീലിന്റെ ഒരു ബ്ലേഡ് ഉണ്ടായിരിക്കും. അതൊരു മരക്കത്തിന്റെ പ്ലഗ് അടിച്ചിട്ട് ടേപ്പർ പ്ലഗ് അടിച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. അത് വുഡൻ പ്ലെയിൻ ആണ്. ഇതെന്താണ് സ്റ്റീൽ ജാക്ക് പ്ലെയിൻ ആണ്. സ്റ്റീൽ ജാക്ക് പ്ലെയിൻ നോക്കിക്കോളൂ, ജാക്ക് പ്ലെയിൻ. ഇതിന് കണ്ട ഒരു ബ്ലേഡ് ഉണ്ട്. ആ ബ്ലേഡിന് എന്താണ് ഒരു യൂണിറ്റ് വെച്ചിട്ട് ഒരു യൂണിറ്റിനുള്ളിൽ വെട്ടിയിരുന്നു. ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ എന്ത് ചെയ്യുന്നു, ബാക്കിൽ തിരിച്ചു കഴിഞ്ഞാൽ താഴത്തേക്ക് മോളിലേക്ക് കയറി വരും. ബാക്കിലേക്ക് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്ക് ഇറങ്ങി വരും. അതാണ് ജാക്ക് പ്ലെയിൻ, സ്റ്റീൽ ജാക്ക് പ്ലെയിൻ. ജാക്ക് പ്ലെയിൻ ആണ് പ്ലെയിനിങ് ടൂള്. പിന്നെ നോക്കിക്കോളൂ, ഒരു സൈഡ് മാത്രം എടുക്കണം എന്ന് വിചാരിക്കുക. ഒരു സൈഡ് മാത്രം, ഒരു റൈറ്റ് ആംഗിൾ ആയിട്ടുള്ള ഒരു സൈഡ് മാത്രം എടുക്കണം എന്ന് വിചാരിച്ചാൽ അതിനെന്താ പറയുന്നത്, ഷോൾഡർ പ്ലെയിൻ. ഇതൊരു ജാക്ക് പ്ലെയിൻ തന്നെയാണ്. ജാക്ക് പ്ലെയിൻ ആണ്. ഒരു സൈഡ് എന്താണ് ക്ലീൻ ആയിരിക്കും, ഈ പുറത്ത് എന്താണ് ബ്ലേഡ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് ഷോൾഡർ പ്ലെയിൻ. അതായത് ഒരു സൈഡ് മാത്രം, സൈഡിൽ ഇങ്ങനെ വരച്ച് അവിടെ മാത്രം താഴത്തേക്ക് പ്ലെയിൻ ചെയ്തെടുക്കുന്നതാണ് ഷോൾഡർ പ്ലെയിൻ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്താണ്, അങ്ങനെ പലതരം പ്ലെയിനുകളുണ്ട്. ഓരോ പർപ്പസിന് റിബേറ്റ് പ്ലെയിൻ, അങ്ങനെ പല തരത്തിലുള്ള പ്ലെയിനുകളുണ്ട്. ഓരോ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കുന്നതാണ്. ദെൻ ചിസലിംഗ്. ചിസലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചിസലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോളുകൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ടങ്കുകൾ ഉണ്ടാക്കണം, ഗ്രൂവുകൾ ഉണ്ടാക്കണം. ഇതിനെല്ലാം ഉപയോഗിക്കുന്ന ടൂളുകളാണ് ചിസലിംഗ്, ചിസലിങ്ങിന്. അപ്പൊ ചിസൽസ് നോക്കൂ, ഇതെന്താണ് ആക്ച്വലി ഇതിന്റെ പേര് എന്താണ്, ഫേർമർ ചിസൽ. ഫേർമർ ചിസൽ, ഫേർമർ ചിസൽ. ഇതും ഫേർമർ ചിസലാണ്, ഇത് ഫേർമർ ചിസൽ. ഇതെന്താണ് 25 mm ഫേർമർ ചിസൽ. ഇതെന്താണ് 40 mm ഫേർമർ ചിസൽ, 50 mm ഫേർമർ ചിസൽ, 100 mm ഫേർമർ ചിസൽ. അങ്ങനെ പലതരം ഫേർമർ ചിസലുകളുണ്ട്. ഫേർമർ ചിസൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഒരു സൈഡ് സ്ട്രെയിറ്റ് ആയിരിക്കും, ഒരു സൈഡിൽ ഈ എഡ്ജിൽ ആംഗുലറായി കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഒരു സൈഡ് സ്ട്രെയിറ്റ് ആയിരിക്കും, ഒരു സൈഡ് ആംഗുലറായി കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫേർമർ ചിസൽ. ഫേർമർ ചിസൽ. ഫേർമർ ചിസൽ കഴിഞ്ഞാൽ പിന്നെ എന്താണ് മോർട്ടൈസ് ചിസൽ. മോർട്ടൈസ് ചിസൽ നോക്കൂ, എന്താണ് ആക്ച്വലി ഭയങ്കര തിക്നെസ് ഉള്ള ഒരു ചിസലാണ്. അതായത് വെച്ച് അടിച്ചിങ്ങനെ മടങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് മോർട്ടൈസ് ചിസൽ ഉപയോഗിക്കുന്നത്. മോർട്ടൈസ് ചിസൽ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? അപ്പം നമ്മൾ നോക്കിക്കോളൂ, ഇവിടെ രണ്ട് പുറം സോ ചെയ്ത ശേഷം ആ ഉള്ളിലത്തെ പീസ് എടുക്കണം. പീസ് എടുക്കണമെങ്കിൽ എന്താണ് ചെയ്യുക, ഈ മോർട്ടൈസ് ചിസലാണ് ഉപയോഗിക്കുക. മോർട്ടൈസ് ചിസൽ, മോർട്ടൈസിങ്. ഇങ്ങനെ എഡ്ജിൽ നിന്ന് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക, കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക. മോർട്ടൈസിങ്. ഓക്കെ, മോർട്ടൈസ് ചിസൽ, മോർട്ടൈസ് ചിസൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്, പലതരം ചിസലുകളുണ്ട്. നമ്മൾ ഓരോ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് തരം ടൂൾസ് ഉണ്ട്. നമ്മളിവിടെ ജസ്റ്റ് പ്രിലിമിനറി മാത്രമേ, ബേസിക്സ് മാത്രമേ ഉള്ളൂ. ഇനിയും ഇതിൽ ഒരുപാട് കാർപ്പൻറ്ററിയുടെ ആപ്ലിക്കേഷൻ ഉണ്ട്, ഒരുപാട് ടൂൾസും ഉണ്ട്. അതൊക്കെ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റിൽ നോക്കിയിട്ട് അതാണ് ബുക്കുകൾ നോക്കിയിട്ട് പഠിക്കാം. ഓക്കെ, ദെൻ ടെനനിങ്. ടെനനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നാവുകൾ ഉണ്ടാവുക, ടങ്കുകൾ. ഓക്കെ, അപ്പൊ എന്താണ്, ഇപ്പൊ നോക്കിക്കോളൂ, ഇതൊരു ടെനനാണ്. പക്ഷെ ഇതെന്താണ്, ഒരു ഡൗട്ടെയിൽഡ് ടെനനാണ്. ഓക്കെ, ഡൗട്ടെയിൽഡ് ടെനാണ്. അങ്ങനെ ടങ്കുകൾ ഉണ്ടാക്കുക. എന്നിട്ട് ആ ടങ്കുകൾ ടെനൻ ഉള്ളിലേക്ക് കയറ്റി വിടുന്നതാണ് മോർട്ടൈസ് ആൻഡ് ടെനൻ ജോയിന്റ്. അതായത് ഒരു ഹോള് ഇതേമാതിരിക്കുള്ള ഒരു ഹോൾ ഉണ്ടാക്കുക. ആ ഹോളിലേക്ക് എന്താണ് ഒരു ടങ്ക് ഉണ്ടാക്കി കയറ്റുക. അതാണ് ടെനനിങ്. ഓക്കെ, ടെനൻ നാവുകൾ ഉണ്ടാക്കിയിട്ട് കയറ്റുക. ഹോളും ഉണ്ടാക്കി ഹോളിലേക്ക് നാവ് കയറ്റുക. ദാറ്റ് ഈസ് ടെനനിങ്. ടെനനിങ് അതിനെന്താണ്, ടെനൻ ഉണ്ടാക്കാൻ എന്താണ് സോസും പിന്നെ ഫെർമൽ ചിസൽസ് ഒക്കെയാണ് സാധാരണ ഉപയോഗിക്കേണ്ടത്. ദെൻ നോക്കിക്കോളൂ, ഗ്രൂവിങ്. ഗ്രൂവിങ് എന്താണ് നോക്കിക്കോളൂ. അപ്പോൾ ഇതെന്താണ്, ഇതൊരു ടീ ജോയിന്റ് ആണ്. നോക്കൂ. അപ്പൊ ഇതിൽ നോക്കിക്കോളൂ, ഇതെന്താണ്, ഇതിനെ നോക്കിക്കോളൂ. ഈ പീസിൽ എന്താ ഉണ്ടാക്കിയാണ്, ഇതൊരു ഗ്രൂവാണ്, ഇതൊരു ഗ്രൂവ്. സോ ഗ്രൂവിങ്. ഓക്കെ, മോർട്ടൈസിങ്, ഗ്രൂവിങ്. എന്താണ് റിബേറ്റിംഗ്. റിബേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആക്ച്വലി ഇപ്പൊ നമുക്കൊരു മരത്തിന്റെ പീസിൽ ആക്ച്വലി ഇവിടെ മാത്രം അങ്ങനെ ഒരു സൈഡ് മാത്രം ഇങ്ങനെ ഒരു ആംഗിൾ റിമൂവ് ചെയ്യണമെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ഒരു പ്ലെയിൻ ഉണ്ട്, ഒരു റിബേറ്റ് പ്ലെയിൻ. ആ പ്ലെയിനിൽ എന്താണ് ആക്ച്വലി ഒരു സൈഡിൽ മാത്രം എടുക്കില്ല, അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താണ് റിബേറ്റിംഗ് ചെയ്യാൻ പറ്റും. റിബേറ്റിംഗ്, അതാണ് റിബേറ്റിംഗ്. അപ്പൊ ഗ്ലാസ് ഒക്കെ ഫിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ് അവിടെ സൈഡിൽ ഒരു സ്ലോട്ട്,
ഒരു സ്ക്രോട്ട് എങ്ങനെ ഗ്രൂവിൽ ഉണ്ടാക്കുന്നത് ഗ്രൂവിങ്. ബോറിങ് എന്താണ്? ബോറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസ് ഇടുക, ആവശ്യത്തിനനുസരിച്ച് ഹോൾസ് ഇടുക, ആ ഹോൾസിന് പിന്നെ വലുതാക്കി എടുക്കുക. ദാറ്റ് ഈസ് കാൾഡ് ബോറിങ്. അപ്പൊ ഇത്രയും ടൂൾസാണ് ഇതിലുള്ളത്. ആ ടൂൾസിന് ഞാൻ ഒന്നും കൂടി വിവരിച്ചു തരാം. ടൂൾസ് ഓക്കെ. അപ്പൊ നോക്കിക്കോളൂ, ഇതല്ലാണ്ട് കുറെ ടൂൾസുകളുണ്ട്. അപ്പൊ നോക്കിക്കോളൂ അതെന്താണ് നോക്കിക്കോളൂ. ഇപ്പൊ ഹോൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് നോക്കിക്കോളൂ, ഒരു ചെറിയൊരു റൊട്ടേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു പോർഷൻ ആയിരിക്കാം. റൊട്ടേറ്റ് ചെയ്യാൻ ഇങ്ങനെ ഫുള്ളായിട്ട് മൂവ് ചെയ്യാത്തൊരു പോർഷനാണ് എന്താണ് റാച്ചറ്റ് ഡ്രിൽ. ഓക്കെ, ഇതിലൊരു ഡ്രിൽ വിറ്റ് പിടിക്കുന്നു, ഒരു റാച്ചറ്റ് കണ്ടോ, ഇതാണ് റാച്ചറ്റ്. ഓരോ പല്ലുകളായിട്ട് നമുക്ക് ഇറക്കിയിട്ട് ഡ്രിൽ ചെയ്തെടുക്കാൻ പറ്റും. റാച്ചറ്റ് ആ സൗണ്ട് വരുന്നുണ്ട്, ടക്ക് ടക്ക്, അതാണ് റാച്ചറ്റ്. ആ റാച്ചറ്റ് എന്ത് ചെയ്യുന്നത്, ഒരു ആംഗിളിൽ മാത്രം റൊട്ടേറ്റ് ചെയ്ത് ആംഗിളിൽ മാത്രം അങ്ങനെ പിടിച്ചിട്ട് തിരിച്ചെടുക്കുന്നത് റാച്ചറ്റ് ഡ്രില്ല്. ഓക്കെ, ഇതാണ് ആക്ച്വലി ഹാൻഡ് ഡ്രില്ല്. ഈ ഹാൻഡ് ഡ്രില്ലിൽ എന്താണ്, ഒരു ഡ്രിൽ ബിറ്റ് പിടിപ്പിക്കുന്നു, ഡ്രിൽ ബിറ്റ് പിടിപ്പിച്ച ശേഷം കൈ കൊണ്ട് അമർത്തിയിട്ട് റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഹോൾസ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് വേറെ ഒരു ടൂൾ, ഡ്രില്ല് ചെയ്യുന്ന ടൂള്. പിന്നെ വേറെ ടൂളാണ് ട്രൈ സ്ക്വയർ. ട്രൈ സ്ക്വയർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ട്രൈ സ്ക്വയർ ഇപ്പം നമ്മൾ പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ മെഷീനിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ആംഗിളുകൾ 90 ഡിഗ്രി ആണോ എന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുന്ന ആ ടൂളാണ് ട്രൈ സ്ക്വയർ. ഓക്കെ, ട്രൈ സ്ക്വയർ ഇതേമാതിരി കറക്റ്റായിട്ട് 90 ഡിഗ്രി ആണോ ഈ കോർണർ നോക്കാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ട്രൈ സ്ക്വയർ. ഓക്കെ, പിന്നെ നോക്കിക്കോളും വേറൊരു ടൂളുണ്ട് ബെവൽ സ്ക്വയർ. നമ്മൾ നോക്കിക്കോളും, നമുക്കിപ്പോൾ ഇത് 90 ഡിഗ്രിയാണ്. വേറെ നമുക്ക് വേണ്ടത് എന്താണ്, ഒരു 100 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഈ ടെങ്കിനെ കറക്റ്റായിട്ട് കണ്ടോ, ഇത് അങ്ങനെ എന്താ അഡ്ജസ്റ്റബിൾ ആണ്. ഇതിനെങ്ങനെ 100 ഡിഗ്രിയിലേക്ക് കൊടുന്നിട്ട് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ നോക്കാൻ ഉള്ളതാണ് ബെവൽ സ്ക്വയർ. 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രിയാണ്. ട്രൈ സ്ക്വയറിൽ നമ്മൾ നോക്കുന്നത് എന്താണ്, 90 ഡിഗ്രിയാണ് നോക്കുന്നത്. ഓക്കെ, ഈ ട്രൈ സ്ക്വയറിന് തന്നെ എന്താണ്, ഇതിനെ മൂവ് ചെയ്യുന്ന ഒരു മാതിരി ഉണ്ടാക്കിയെടുക്കണം. ദാറ്റ് ഈസ് ബെവൽ സ്ക്വയർ. അങ്ങനെ ഇങ്ങോട്ട് വളച്ചിട്ട് 100 ഡിഗ്രി ആക്കാം, 45 ഡിഗ്രി ഇങ്ങോട്ടാക്കാം, 30 ഡിഗ്രി ഇങ്ങോട്ടാക്കാം, എങ്ങനെ വേണമെങ്കിൽ ആക്കാം. ദിസ് ഈസ് കാൾഡ് ബെവൽ സ്ക്വയർ. ട്രൈ സ്ക്വയറിന്റെ 90 ഡിഗ്രിക്കാണ്. ബെവൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏത് ആംഗിളിലേക്ക് വേണം. പിന്നെയുള്ള ടൂൾ എന്താണ്, ഹാമർ. എന്തിനാണ് സാധാരണ ഉപയോഗിക്കുന്നത്, ഹാമർ ചെയ്യാൻ, ഓരോരോ ബ്ലോസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഹാമർ കൂടാണ്ട് വേറെന്താണ്, വേറൊരു ടൂളാണ് മാലറ്റ്, സ്ട്രൈക്കിംഗ് ടൂൾ. അപ്പോൾ നമ്മൾ നോക്കിക്കോളൂ, ചിസലിൽ നമുക്ക് എന്താണ് മോർട്ടൈസിങ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ചിസലിങ് ചെയ്യണം. ചിസലിനെ ഇങ്ങനെ പിടിച്ചിട്ട് ബാക്കിൽ അടിക്കാനുള്ള ആ ടൂളാണ് എന്ത്, മാലറ്റ്. ഓക്കെ, മാലറ്റ് ചിസലിങ്ങിന് ചെയ്യുന്നതും, അല്ലെങ്കിൽ മോർട്ടൈസ് ചിസലാണെന്നുണ്ടെങ്കിൽ മോർട്ടൈസ് ചിസലിങ് ഇങ്ങനെ വെച്ച് അടിച്ചിട്ട് ഇവർ ഉണ്ടാക്കാൻ ഹാമർ ചെയ്യാൻ. ദാറ്റ് ഈസ് വുഡൻ ഹാമർ ആണ്. ഇതെന്താണ്, ഇറ്റ് ഈസ് എ വുഡൻ ഹാമർ. ഓക്കെ, ദെൻ എന്താണ് അഡീഷണൽ വേറൊരു ടൂൾ എന്താണ്, റാസ്പ് എന്ന് പറയണത് എന്താ. അപ്പൊ നോക്കിക്കോളൂ, നമ്മളിപ്പോ ചിസൽ ചെയ്തു, മോട്ടറൈസ് ചെയ്ത് എല്ലാം എടുത്തു. നോക്കിക്കോളൂ, ആ ഗ്രൂവ് കറക്റ്റായിട്ട് നമ്മളിപ്പോ ഈ ഗ്രൂവിലേക്ക് കറക്റ്റായിട്ട് ഇത് കയറണല്ലേ വിചാരിക്കുക. ചെറിയൊരു മിനുസം പോകണം. ആ പോകണമെന്നുണ്ടെങ്കിൽ എന്താണ്, റാസ്പ്. ഇതൊരു മരം രാകുന്ന ഫയലാണ് റാസ്പ്. ഈ റാസ്പ് വെച്ച് ഫയൽ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിന് കറക്റ്റായിട്ട് കയറ്റും. ഓക്കെ, അതിന് റാസ്പ് അതാണ്. അടിച്ച് കയറ്റരുത്. അടിച്ച് കയറ്റി എന്താണ്, മരം പൊളിഞ്ഞു പോകും. ഓക്കെ, അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫയൽ ചെയ്ത് എടുക്കുന്നു. ദാറ്റ് ഈസ് റാസ്പ്. വുഡൻ ഫയലിന്റെ പേരാണ് റാസ്പ് എന്ന് പറയുക കേട്ടോ. റാസ്പ്, വുഡൻ ഫയൽ, റാസ്പ്. അപ്പം എന്താണ്, ടങ്കോ ഗ്രൂവോ ഒക്കെ എത്ര ഒരു മിനിമം എമൗണ്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, ഇവിടെ ഫയൽ ചെയ്ത് കുറച്ച് മെറ്റൽ റിമൂവ് ചെയ്യുന്ന ആ പ്രോസസ്സാണ് റാസ്പിംഗ്. ഓക്കെ, റാസ്പ് ഫയൽ ഉപയോഗിച്ചിട്ട് ഗ്രൂവിങ് ചെയ്യുന്നു, ഫയൽ ചെയ്ത് കറക്റ്റാണ്. ഓക്കെ, ഫയൽ ചെയ്തിട്ട് ഓക്കെ, അതാണ് റാസ്പ്. ദെൻ ബ്രെഡാവൽ എന്ന് പറഞ്ഞാൽ കുത്തുളിയാണ്. ഇപ്പൊ നമ്മളൊരു ആണി അടിക്കണം വിചാരിക്കും. ആണി അടിക്കുമ്പോൾ മരമാണെങ്കിൽ എന്താ സാധാരണ എന്താ ചെയ്യാം, ആണി അടിക്കുമ്പോൾ പൊളിച്ചാണ്. അപ്പൊ അതിനെന്ത് കുത്തുളി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചെറിയൊരു കോള പകുതി ആക്കിയ ശേഷം ആണി അടിക്കാം. അതിനൊക്കെ ഒരു കുത്തുളിയാണ്. ഓക്കെ, ദാറ്റ് ഈസ് എന്താ ബ്രെഡാവൽ. ഓക്കെ, ഇതൊക്കെയാണ് സാധാരണ ശീലോട് പറഞ്ഞു. പിന്നെ നമ്മൾ നോക്കിക്കോളൂ, ഈ ചിസൽസിനെല്ലാം ഷാർപ്പൻ ചെയ്യുന്ന
ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് എന്താണ് ആക്ച്വലി ഓയിൽ സ്റ്റോൺ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ അബ്രാസീവ് ആയിട്ടുള്ള ഒരു പീസാണത്. അബ്രാസീവ് ആണ്, അതായത് സിലിക്കോൺ കാർബൈഡിന്റെ ഒരു അബ്രാസീവ് ബ്ലോക്കാണ് അത്. അതിൽ ഓയിൽ ചെയ്യുന്നു. ഓയിൽ ചെയ്തതിന് ശേഷം ഇതിൽ നമ്മൾ കാർബൺ ചെയ്തെടുക്കും. ഓക്കെ, എല്ലാം ആക്ച്വലി എന്താണ്, ഷാർപ്പ് ടൂൾസ് നമുക്ക് എന്താണെന്ന് വിൽ ഇൻക്രീസ് അവർ പ്രൊഡക്ടിവിറ്റി. അതായത് ഗുഡ് വർക്ക്മാൻ വിൽ കീപ്പ് ഷാർപ്പ് ടൂൾസ്. ഓക്കെ, ഗുഡ് വർക്ക്മാൻ വിൽ കീപ്പ് ഷാർപ്പ് ടൂൾസ്. എല്ലാ ടൂളുകളും ഷാർപ്പായിരിക്കണം. ഷാർപ്പായാൽ മാത്രമേ നമ്മുടെ വർക്ക് ഫാസ്റ്റ് ആയിട്ട് നടക്കുള്ളൂ. ഓക്കെ, പിന്നെ എന്താണ് ആക്ച്വലി നിങ്ങൾക്ക് വേണ്ട ടൂൾസ്? സ്ക്രൂ ഡ്രൈവർ. നോക്കൂ, സാധാരണ ഇപ്പോൾ എല്ലായിടത്തിലും ആവശ്യമുള്ളതാണ് സ്ക്രൂ ഡ്രൈവർ. എന്താണ് നോക്കിക്കോളൂ സ്ക്രൂ ഡ്രൈവറിന്റെ ഉപയോഗം. അപ്പോൾ നമുക്ക് ഇതൊരു ജാക്ക് ലൈനാണ്, ഇത് സ്റ്റീൽ ജാക്ക് ലൈനാണ്. അപ്പോൾ നമുക്ക് ഈ ബ്ലേഡ് ഹൈ കാർബൺ സ്റ്റീലിന്റെ ബ്ലേഡാണ്. ആ ബ്ലേഡ് കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും തേഞ്ഞു പോയി അതിന് ഷാർപ്പൻ ചെയ്യണമെങ്കിൽ കഴിച്ചെടുക്കാൻ ഈ സ്ക്രൂവിനെ സ്ലാക്ക് ചെയ്ത് പിന്നെ ഈ പറ്റില് പുറത്തേക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാം, ഗ്രൈൻഡ് ചെയ്ത് ശരിയാക്കിയ ശേഷം നമ്മുടെ ഓയിൽ സ്റ്റോണിൽ വെച്ചിട്ട് ഫിനിഷ് ചെയ്ത് നല്ല ഷാർപ്പാക്കിയതിന് ശേഷം എടുത്തിട്ട് വീണ്ടും ഫിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ടൂളിന്റെ പേരാണ് എന്താണ്, സ്ക്രൂ ഡ്രൈവർ. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാ ടൂൾസ്. പിന്നെന്താണ് പിൻസർ. നമ്മൾ നോക്കിക്കോളൂ, വർക്ക് ചെയ്യുന്നതിനൊക്കെ ആണികളൊക്കെ എവിടെയെങ്കിലും അടിച്ചു വെച്ചതൊക്കെ ഉണ്ട്, പറിച്ചെടുക്കാൻ നമുക്കുള്ള ഒരു ടൂളാണ് പിൻസർ. ഇങ്ങനെ ആണിയുടെ തലയിൽ ഇങ്ങനെ പിടിപ്പിച്ച ശേഷം ഊരിയെടുക്കുന്നു. പിൻസർ. ഓക്കെ, പിന്നെ എന്താണ് ജി ക്ലാമ്പ് നോക്കിക്കോളൂ. എന്താണ് ജി ക്ലാമ്പ് എന്ന് പറയുന്നത്? സി ഷേപ്പാണ്. ഇതെന്താണ് ഇതിനെ നമ്മൾ വർക്കിനെ എന്ത് ചെയ്യുന്നു, ഈ രണ്ട് ജോയിന്റ് ഇടയിൽ പിടിപ്പിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. അതിൻ്റെ ഇടയിൽ ടൈറ്റ് ചെയ്ത ശേഷം നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഇതാണ് ജി ക്ലാമ്പ്. ഇതാണ് ജി ക്ലാമ്പ്. പിന്നെ നമ്മൾ വർക്കിന്റെ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുന്നതിന് ആ വൈസ് എന്ന് പറയും. ഓക്കെ, വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുന്നത് വൈസ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് പിന്നെ നോക്കിക്കോളൂ, നമ്മൾ അളവുകൾ മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് മാർക്കിംഗ് ഗേജ്. ഓക്കെ, നമ്മൾ നോക്കിക്കോളൂ എങ്ങനെയാണ് മാർക്ക് ചെയ്യുക. ഇതിന്റെ പേര് സ്റ്റോക്ക്, ഇതിന്റെ പേര് പിന്ന് ദാറ്റ് ഈസ് എന്താണ് പോയിന്റ്. ആ പോയിന്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ ആക്ച്വലി നമുക്കൊരു വര വേണമെന്ന് വിചാരിക്കുക. ഈ ലൈനിന് പാരലായിട്ട് ഒരു വര വേണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ സ്റ്റോക്കിനെ ഇങ്ങനെ വെക്കണം, അവിടെ വെച്ച് ടൈറ്റ് ചെയ്യുന്നു. ടൈറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഓക്കെ, അപ്പം എന്താണ് നമുക്ക് ഇതിന് പാരലായിട്ടുള്ള ഒരു ലൈൻ ഇവിടെ കിട്ടും. വീണ്ടും നമുക്ക് കുറച്ചും കൂടി ഒരു 20 mm വേറെ ലൈൻ വേണമെങ്കിൽ എന്താണ് 20 mm ഇവിടെ വയ്ക്കുന്നു, ടൈറ്റ് ചെയ്യണു, മാർക്കിംഗ്. ഓക്കെ, ഇത്രയും ടൂൾസുകളാണ് നമുക്ക് കാർപ്പൻട്രിയിൽ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. ഇനിയും ഒരുപാട് തരം ടൂൾസ് ഉണ്ട്. സ്പോക്ക് ഷെയ്ഡ്, അതായത് ഇപ്പൊ മരത്തിന്റെ മുകളിൽ ഇങ്ങനെ ജാക്ക് പ്ലെയിൻ തന്നെ. ജാക്ക് പ്ലെയിനിന്റെ പർപ്പസ് തന്നെയാണ് ആക്ച്വലി എന്താണ് ഇതാണ് സ്പോക്ക് ഷെയ്ഡ്. കൈകൊണ്ട് രണ്ടുകൊണ്ടും പിടിച്ചിട്ട് ഈ ബ്ലേഡ് എന്താണ് ഇതിൽ ടൈറ്റ് ചെയ്ത് വെച്ചിരുന്നു. ചെറിയ മെറ്റൽ വുഡ് റിമൂവലിനുള്ള ഉപയോഗിക്കുന്ന സാധനമാണ് സ്പോക്ക് ഷെയ്ഡ്. ഇങ്ങനെ സ്പോക്ക് ഷെയ്ഡ്. പക്ഷേ ഇതിങ്ങനെ ആക്ച്വലി ഇങ്ങനെ വെച്ചിട്ട് സ്പോക്ക് ഷെയ്ഡിന് ഇങ്ങനെ വെച്ചിട്ട് രണ്ട് കൈകൊണ്ടും ഇങ്ങനെ സ്പോക്ക് ഷെയ്ഡ്. ഇത്രയും ടൂൾസാണ് നമുക്കിവിടെ കാര്യമായിട്ടുള്ളത്. ഇനിയും ഒരുപാട് തരം ടൂൾസ് ഉണ്ട്. ഓക്കെ, അതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് മെല്ലെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെറ്റിലൊക്കെ നോക്കി ഒരുപാട് തരം ടൂൾസ് ഉണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്കിവിടെ കറക്റ്റായിട്ട് ടൂൾസിനെ പറ്റി പറയാൻ.